السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. നമ്മൾ ഏതായാലും പുതിയൊരു കിതാബ് തുടങ്ങുകയാണ്. കിതാബ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു കവിത എന്ന് പറയാം. അത് മുതഅല്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ട, ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട ആദാബിനെ കുറിച്ച് പറയുന്ന ഒരു അല്പം ബൈത്തുകളാണ്. അതിൽ പറയുന്നത് എന്താണ്? ഇൽമ്, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി എങ്ങനെയൊക്കെയാണ് ആവേണ്ടത്, ഷാഫി ഇമാം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, പഠിത്തത്തെക്കുറിച്ച്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവൻ്റെ മാനസികമായിട്ട്, അവൻ്റെ സാമൂഹികമായിട്ട് അവൻ എങ്ങനെയാണ് തയ്യാറാവേണ്ടത്. അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാർ തൻ്റെ ശിഷ്യന്മാരോട് എന്തൊക്കെയാണ് പറഞ്ഞത്, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മിലേക്ക് ഇൽമിൻ്റെ പരമ്പര എത്തുന്നതിൻ്റെ അടിസ്ഥാനം തുടങ്ങി പ്രധാന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കിതാബ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഫാത്തിഹ ഓതി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ഈ കവിതയുടെ പേര് ഫത്ഹുൽ ഖയ്യൂം എന്നാണ്. ഖയ്യൂം എന്ന് നിങ്ങൾ മുമ്പ് കേട്ടിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഫത്ഹുൽ ഖയ്യൂം. ഓക്കെ, ഫത്ഹുൽ ഖയ്യൂം. ഫത്ഹ് പറഞ്ഞാൽ ഫതഹ യഫ്തഹു ഫതഹൻ അല്ലേ? അപ്പോൾ ഫതഹ എന്ന് പറഞ്ഞാൽ തുറക്കുക, ഫത്ഹ് എന്ന് പറഞ്ഞാൽ തുറക്കൽ. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തുറക്കൽ, അഥവാ ഇൽമു പഠിക്കുക എന്ന് അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പേരിൽ തന്നെ. ഖയ്യൂം പറഞ്ഞാൽ കാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുക, നിർവഹിക്കുക എന്നൊക്കെയാണല്ലോ, കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഖയ്യൂം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ തുറന്നു കൊടുക്കൽ എന്നർത്ഥം ഫത്ഹുൽ ഖയ്യൂം. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ഈ ദർസി പാരമ്പര്യമുള്ള അധിക ഉസ്താദുമാരും തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഓതി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന ഒരു കവിത ആയിരുന്നത്. കവിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കവിത ഇസ്ലാമിൽ, കവിതയെ പറ്റി പറയുമ്പോൾ പിന്നെ കവിതയെ പറ്റി പറയണം. കവിത ഇസ്ലാമിൽ അതിനോരോ തരങ്ങളുണ്ട്. അത് ഹലാലായത്, അത് ഹറാമായത്, അത് സുന്നത്തായത്, അത് ഹലാലായത്, നദ്ബ്, ഇബാഹത്ത്, കറാഹത്ത്, ഹറാമ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ നല്ല ആശയമുള്ള ഇസ്ലാമിനോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് അത് നദ്ബും ഇബാഹത്തൊക്കെ ആവും. അതുപോലെ തന്നെ അങ്ങനെയല്ല, ചീത്ത കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് ഹറാമും കറാഹത്തൊക്കെ ആയി മാറും. ഓക്കെ, അതിന് മറ്റൊരു വശമാണ്. അതായത് നമ്മൾ ഈ കിതാബിലേക്ക് വരുമ്പോൾ ഫത്ഹുൽ ഖയ്യൂം ഫി ആദാബി ത്വാലിബിൽ ഉലൂം എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് കേട്ടോ. ഫത്ഹുൽ ഖയ്യൂം ഫി ആദാബി ത്വാലിബിൽ ഉലൂം എന്നാണ്. ഏകദേശം 38 വരികളാണ് ഇതിലുള്ളത്. അഥവാ ഒരു വിദ്യാർത്ഥി ഉസ്താദിനോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും തൻ്റെ കൂട്ടുകാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പാലിക്കേണ്ട ഒരു വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ അധ്യാപകനോട്, തൻ്റെ മാതാപിതാക്കളോട്, തൻ്റെ കൂട്ടുകാരോട്, അതുപോലെ തന്നെ പൊതുജനങ്ങളോടൊക്കെ എങ്ങനെയായിരിക്കണം അവൻ പെരുമാറേണ്ടത്. അതുവഴി അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നതിലൂടെ പരവിജയത്തിന് കാരണമാകണം. അഥവാ ദുന്യാവിലും ആഖിറത്തിലും വിജയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഈ ഫത്ഹുൽ ഖയ്യൂം കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുസന്നിഫിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ആരാണ് രചിച്ചത്? ഒരു കവിത ഉണ്ടാകുമ്പോൾ കവിത രചിച്ച ആളുണ്ടാകുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഏറ്റവും നല്ല അഭിപ്രായം പറയുന്നത് മുൻതഖബ് ബിൻ മുവഫഖ് എന്ന ആളാണ് ഈ കവിത രചിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. അതെനിക്ക് തെളിവായിട്ട് ഈ കവിതയിലൊരു 4ാമത്തെ വരിയിൽ അതുണ്ട്. ഒബാദു ഖാല അബ്ദുൽ മുവഫഖ് മുൻതഖബുൻ വാലിദുൽ മുവഫഖ് എന്ന് തുടങ്ങിയ വരിയിൽ അതിലേക്കൊരു സൂചന ഉണ്ട്. എന്നാലും ഇദ്ദേഹമാണെന്നും അല്ല എന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും ഇദ്ദേഹമാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞത്. എത്രത്തോളം എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഹിദായത്തുൽ അദ്കിയ എന്നൊരു ഗ്രന്ഥമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅ്ബരി അൽ മലൈബാരിൽ പൊന്നാനിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിദായത്തുൽ അദ്കിയ എന്നൊരു വിശ്വപ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ്, ഒരു കവിതയാണ്. അപ്പോൾ അതിൻ്റെ ഷർഹിൽ മുഹമ്മദ് നൂരി അൽ ജാവി എന്നുള്ള
അദ്ദേഹം ഈ ഹിദായത്തുൽ ഷർഹ് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത് എന്ത് അദ്ദേഹം പറയുന്നതായിട്ട് അഥവാ ഹിദായത്തുൽ ഷർഹ് എഴുതിയ മുഹമ്മദ് നൂരി അൽ ജാവി എന്നുള്ള ഒരു മഹാന് അവിടെ പറയുന്നതായിട്ട് നമ്മുടെ ഫത്ഹുൽ ഖയ്യൂമിന് ഷർഹ് എഴുതിയ ആരുണ്ട്? നമ്മുടെ മുഹമ്മദ് കുറ്റി അൽ കരിമ്പനി അൽ കൈപ്പറ്റി, നമ്മുടെ കൈപ്പറ്റ എന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിലുള്ള കേട്ടോ, അവിടെ പ്രസിദ്ധനായ മുഹമ്മദ് കുട്ടി കൈപ്പറ്റി എന്ന വലിയൊരു മഹാനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കസീദയായ ഫത്ഹുൽ ഖയ്യൂമിന് ഷർഹ് ദഖായിഖുൽ ഫുഹൂം എന്ന ഒരു ഷർഹ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ആരാണ് ഈ ഗ്രന്ഥരചയിതാവിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, അദ്ദേഹം പറയുന്നത് ആരാണ് ഈ കവിതകൾ ആരാണ് രചിച്ചത് എന്നോ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചോ ഒന്നും വ്യക്തമായ തെളിവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കവിതയിലെ 4-ാമത്തെ വരിയിൽ ആരാണെന്നതിലേക്ക് സൂചന ഉണ്ടെന്ന് കൂടി അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കുക ഫത്ഹുൽ ഖയ്യൂം എന്ന ഈ കവിതാ വരികൾ രചിച്ചത് മുൻതഖബ് ബിൻ മുവഫഖ് റഹിമഹുമുള്ള എന്നുള്ള വലിയ മഹാനാണ്. ഓക്കെ, പിന്നെ ഏതായാലും നമുക്ക് ആദ്യത്തെ ഒറ്റ വരി മാത്രം തുടങ്ങി വെക്കാം. നിങ്ങളുടെ കയ്യിൽ പുസ്തകമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒറ്റ വരി അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി എന്ന് തുടങ്ങുന്ന ഒറ്റ വരി മാത്രമേ നിർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഏതായാലും അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി, അൽഹംദുലില്ലാ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അള്ളാഹു എങ്ങനത്തെ അള്ളാഹുവാണ്? അലി എന്ന ഉന്നതനായ, ഏറ്റവും വലിയ ഉന്നതനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനായ, സൃഷ്ടാവായ അള്ളാഹു. അൽ ബാരി ബറാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ സൃഷ്ടിച്ച ഉന്നതനായ അള്ളാഹുവിനിക്കാണ്, സൃഷ്ടാവായ ഉന്നതനായ, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. ആ അള്ളാഹു അൽ മുഅ്മിനി അൽ മുഹൈമിനിൽ ജബ്ബാരി എന്ന് പറഞ്ഞത്. അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്ന്, ഈമാൻ, ഈ രണ്ട് വിഷയങ്ങളുള്ളത്. അമ്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, നിർഭയത്വം എന്നൊക്കെ. അതുപോലെ തന്നെ ഈമാൻ, വിശ്വാസം. അപ്പോൾ ഈമാനും അമ്നും നൽകുന്നയാളെന്നർത്ഥം, വിശ്വാസവും സംരക്ഷണവും നൽകുന്നയാൾ. ഓക്കെ, ഈമാനും അമ്നും നൽകുന്നയാളായ അള്ളാഹു. അതുപോലെ തന്നെ അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, നിരീക്ഷകൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ മുഹൈമിനും മുഅ്മിനുമായ അൽ ജബ്ബാർ, അള്ളാഹു സ്വയം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. ജബ്ബാറിന് അടക്കി വാണുന്ന എന്നർത്ഥം, ലോകം അടക്കി വാണുന്ന ജബ്ബാർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഓരോ പേരുകളാണ്. നമുക്കറിയാം അള്ളാഹുവിനൊക്കെ ഒരുപാട് പേരുകളുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന, അർ-റഹ്മാൻ അർ-റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ ജബ്ബാർ, അൽ മുതക്കിബിർ തുടങ്ങി ഒരുപാട് ഇസ്മുകൾ. അതിൽ പ്രധാനപ്പെട്ട 99 അസ്മാകളുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽപ്പെട്ട 2-3 പേര് അലി, ബാരി, മുഅ്മിൻ, മുഹൈമിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കവിത അൽഹംദുലില്ലാഹി, ഇതിന് മുമ്പ് നമ്മൾ എല്ലാത്തിനും മുമ്പ് ബിസ്മി ചൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മുസന്നിഫ് തുടങ്ങുന്ന അൽഹംദുലില്ലാ. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ബിസ്മിയും ഹംദും കൊണ്ട് തുടങ്ങണമെന്ന്. അപ്പോൾ അതിന് തെളിവുണ്ടല്ലോ, പരിശുദ്ധമായിട്ട് ഹദീസ് തന്നെ ഉണ്ടല്ലോ, എന്ത് കുല്ലു കലാമി അല്ലെങ്കിൽ കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ബി ബിസ്മില്ലാഹി എന്നുണ്ട്. അതുപോലെ തന്നെ ബി ഹംദില്ലാഹി, ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും തുടങ്ങാത്ത കാര്യങ്ങളൊക്കെ ബറക്കത്ത് കുറഞ്ഞതാണ് എന്നുണ്ട്. അപ്പോൾ ബിസ്മി നമ്മൾ തുടങ്ങി, ഹംദ് കൊണ്ട് മുസന്നിഫ് തുടങ്ങുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് ഹംദ് കൊണ്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ മുഅ്മിൻ്റെ അർത്ഥം എന്താണ്? അൽ മുഅ്മിനു ഇബാദഹു മിനൽ മഖാവിഫി, അതുപോലെ എന്ത് ഭീതിതമായ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന അള്ളാഹു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒറ്റ വരി നോക്കുക. കാര്യമായിട്ടൊന്നുമില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ കവിതയുടെ പേരും ഫത്ഹുൽ ഖയ്യൂം എന്നാണ്. മുസന്നിഫ് മുൻതഖബ് ബിൻ മുവഫഖ് റഹിമഹുമുള്ള, രണ്ടാളും റഹിമഹുമുള്ള, രണ്ടാൾക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്നർത്ഥം. 1-ാമത്തെ വരി അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അസ്സലാമു അലൈക്കും.